യു പി എസ് സി പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സോഴ്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഹിസ്റ്ററിയിലോട്ട് വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പകരം ഓരോ പാർട്ടിനും അതിൻ്റേതായിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററിയുടെ മൊത്തത്തിൽ ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി എന്നുള്ള രൂപത്തിൽ തരംതിരിക്കാം. അതിൽ ഏൻഷ്യൻ ഹിസ്റ്ററിയിലോട്ട് വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സോഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ സോഴ്സസും എടുത്തിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അതിനൊരു കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ആർ ശർമ്മ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഹിസ്റ്റോറിയൻ്റെ ഇന്ത്യാസ് ഏൻഷ്യൻ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ സെയിം ബുക്ക് തന്നെ ഓൾഡ് NCERT ബുക്കിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ബുക്ക് എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിന് വരുന്ന ഏൻഷ്യൻ്റ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ 30% ഈ ഒരു ബുക്കിൽ നിന്നാണ് വരുന്നത്. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ആർ ശർമ്മയുടെ ഓൾഡ് NCERT ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നതായിട്ട് കാണുന്നത്. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട്, വളരെ കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആർ ശർമ്മയുടെ ഈ ബുക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ആസ്പിരൻറ്റിനും വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാനായിട്ട് ഈ ബുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഈ ഓൾഡ് NCERT ബുക്കിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സോഴ്സാണ് ന്യൂ NCERT ബുക്ക്. ന്യൂ NCERT ബുക്സ് ക്ലാസ് 6ലും ഉണ്ട്, ക്ലാസ് 12ലും ഉണ്ട്. ക്ലാസ് 6ൻ്റെ അവർ പാസ്റ്റ് 1 എന്ന് പറയുന്ന ബുക്കും ക്ലാസ് 12ൻ്റെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1 എന്ന് പറയുന്ന ബുക്കും ന്യൂ NCERT ബുക്സ് ആണ്. ഈ ന്യൂ NCERT ബുക്സിൻ്റെ റിലവൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് UPSCയുടെ ഒരു ഒഫീഷ്യൽ ബുക്ക് പോലെ അവർ കണക്കാക്കുന്നത്. കാര്യം അത് ഗവൺമെൻറ്റിൻ്റെ സ്വന്തം സോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ ന്യൂ NCERT ബുക്കിൽ കുറേ ടോപ്പിക്സ് കവർ ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല ഒരു ആസ്പിരൻറ്റ്, ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു ആസ്പിരൻറ്റ് വായിക്കുന്ന സമയത്ത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അതിൻ്റെ ഒരു ഹോൾ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ കൃത്യമായിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ്, മാപ്സ്, നല്ല കഥകൾ, നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് റീഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഓൾഡ് NCERT ബുക്കും ന്യൂ NCERT ബുക്കും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന് ഒരു 50% ചോദ്യങ്ങളും മെയിൻസിന് ഒരുവിധം എല്ലാ ചോദ്യങ്ങളും കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഇടയായിട്ട് കഴിഞ്ഞൊരു 3-4 വർഷത്തെ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏൻഷ്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയതായിട്ട് ഇവോൾവ് ചെയ്തേക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഉപീന്ദർ സിംഗിൻ്റെ ഏൻഷ്യൻറ്റ് ആൻഡ് ഏർലി മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക്. ഈ ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിനെ കുറേ കൂടി സബ്ജക്റ്റീവായിട്ട് കുറേ കൂടി ഇൻഡെപ്തിൽ കവർ ചെയ്യുന്നുണ്ട്. UPSCക്ക് ചില കാലഘട്ടങ്ങൾക്ക് ശേഷം സോഴ്സ് മാറ്റുന്ന ഒരു പരിപാടി ഉണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ബുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങും ഒതൻറ്റിക്കും ആയിട്ടുള്ള ബുക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ ടഫായിട്ടുള്ള ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ പല ചോദ്യങ്ങളും വരുന്നത് ഉപീന്ദർ സിംഗ് എന്ന് പറയുന്ന ഈ ബുക്കിൽ നിന്നാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് തമിഴ്നാട് SCERT ബുക്കാണ്. ഈ തമിഴ്നാട് SCERT ബുക്ക് ഒരു കാലഘട്ടത്തിൽ എല്ലാ ആസ്പിരൻസും റിലേ ചെയ്തിരുന്ന ഒരു ബുക്കാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഫോർമാറ്റിൽ വളരെ കൃത്യമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഗൈഡിൻ്റെ സ്വഭാവമുള്ളൊരു ബുക്കാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ SCERT ബുക്കാണ്. നമ്മളൊരു ഓൾ ഇന്ത്യ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിനെ റിലേ ചെയ്യാമെന്ന് പറയുന്നതിൽ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട്. പിന്നെ ചില ആസ്പിരൻസിനെങ്കിലും ഈ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരീഡിൻ്റെ മൊത്തത്തിലായിട്ടുള്ളൊരു ബുക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പൂനം ദലാൽ ദഹിയുടെ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ബുക്ക് ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത് എത്ര ഡെപ്തിലാണ്, നിങ്ങൾക്ക് എത്രമാത്രം ടെക്നിക്കലായിട്ട് ഹിസ്റ്ററി അറിയാം എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ എന്നോട് ഒരു ഉത്തരം പറയാനാണെങ്കിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഓൾഡ് NCERT ബുക്ക് വായിച്ചതിന് ശേഷം ന്യൂ NCERT ബുക്കിലോട്ട് കടക്കുകയും എക്സാം റെലവൻ്റ് ആയിട്ട് മാത്രം ഉപീന്ദർ സിംഗ് വായിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മിഡീവൽ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സോഴ്സ് മൊത്തത്തിൽ പറയാനായിട്ട് പറ്റും. സതീഷ് ചന്ദ്രയുടെ ഓൾഡ് NCERT ബുക്ക് എന്ന് പറയുന്നത് അത് ഇന്ന് നമ്മൾക്ക് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പേരിൽ അവൈലബിൾ ആണ്. ആ ബുക്ക് ഒരൊറ്റ സോഴ്സ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് റിലേ ചെയ്യാം. UPSC കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെയും ഒരു 80% ഈ ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മോഡേൺ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും വായിക്കാറുള്ളതും ഏറ്റവും ഒതൻറ്റിക് ആണെന്ന് പറയാൻ പറ്റുന്നതും സ്പെക്ട്രം പബ്ലിക്കേഷൻസിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നൊരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ആയേക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെയും ഒരു കമ്പൈലേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പല ഹിസ്റ്ററി ബുക്സും വായിക്കുന്നത് മാറ്റിയിട്ട് ഈ ഒരൊറ്റ ബുക്കിൽ നമുക്ക് ഏറെക്കുറെ മോഡേൺ ഹിസ്റ്ററി കവർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ദോഷവും അത് തന്നെയാണ്.
അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് പല ബുക്സിൻ്റെ ഒരു കമ്പൈലേഷൻ ആയതുകൊണ്ട് തന്നെ പല സമയത്തും ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആ രീതിയിൽ അത് ചില സമയത്ത് വളരെ ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. ഇനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു UPSCയുടെ PYQs നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ശേഖർ ബന്ദോപാധ്യായയുടെ ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ പോലും ഒരു നല്ലൊരു ബുക്കായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ബുക്ക് എന്ന് പറയുന്നത് സ്പെക്ട്രം തന്നെയാണ്. ഈ മോഡേൺ ഹിസ്റ്ററിയിൽ സ്പെക്ട്രം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ വേറൊരു കോമ്പിനേഷൻ ഓഫ് ബുക്സും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബിപിൻ ചന്ദ്രയുടെ ഒരു ബുക്കാണ്. മോഡേൺ ഹിസ്റ്ററി ഏറ്റവും എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഈ ബുക്കാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബിപിൻ ചന്ദ്രയുടെ ബുക്കും കൂടി വായിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിൽ മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പ്രിലിംസിൻ്റെ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ന്യൂ NCERT ബുക്സ് ആയിട്ടുള്ള തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 2ഉം പാർട്ട് 3യും മിഡീവലിന് വേണ്ടിയിട്ടും മോഡേണിന് വേണ്ടിയിട്ടും വായിച്ചാൽ അത് കുറച്ചും കൂടി എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നും കൂടി വിചാരിക്കുന്നുണ്ട്. ഞാൻ ഹിസ്റ്ററിയുടെ സോഴ്സ് മെറ്റീരിയൽസ് പറഞ്ഞ സമയത്ത് വളരെ ഇലാബറേറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ സോഴ്സസിനെ പറ്റി പറഞ്ഞത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ന്യൂആൻസസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വൈസായിട്ടുള്ള സ്ട്രാറ്റജി സോഴ്സ് മെറ്റീരിയൽസ് ആയിട്ട് ബന്ധപ്പെടുത്തി ഉടലെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ആ ഒരു ദിശയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു.